ചേച്ചിക്ക് ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ വേറെ കാറ് വിളിച്ച് പോകേണ്ട അവസ്ഥയൊന്നുമില്ല അല്ലേ ചേച്ചി? അടിപൊളിയല്ലേ? ഫാനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇപ്പോഴത്തെ നല്ല സുഖം അല്ലേ? നല്ല അടിപൊളി. നോക്കട്ടെ അതിനകത്ത് സെറ്റപ്പ്. ഇത് കണ്ടോ, ഇതൊരു കണ്ടോ നൈസായിട്ട് ഒരു കേബിള് സാധനം സെറ്റപ്പും കാര്യം. അപ്പം ഇതൊരു ക്രിസ്മസ് എപ്പിസോഡ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇപ്പം ഞാൻ വണ്ടിയുടെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയണ്ടത്, നമ്മുടെ സി ഡി മ്യൂസിക്കകത്ത് ഹരിശ്രേഷ്ഠവൻ്റെ വീട്ടിനകത്ത് കയറുമ്പോഴത്തേന് നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പിൽ ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ്. ദില്ലോട്ട വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഓട്ടോ റിവ്യൂ ആണ് കേട്ടോ. അതായത് നമ്മുടെ ചാനലിനകത്ത് ഇതുവരെ വന്നേക്കുന്ന വീഡിയോസിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്സറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ബോഡി വർക്കാണല്ലോ അപ്പോൾസറി ആണല്ലോ എല്ലാം കൂടെ നല്ലൊരു റേറ്റായ ഒരു വണ്ടി, അതായത് നല്ല രീതിക്ക് പണി എടുത്തേക്കുന്ന ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മുടെ വീഡിയോക്കകത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് ഗൈസ്, അപ്പോൾ ഈ വീഡിയോക്ക് വേറെ സ്പെഷ്യലും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഒരു ഹാപ്പി ക്രിസ്മസ് ഞാൻ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ക്രിസ്മസ് ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടോയും കൊണ്ട് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓട്ടോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടാറും വെയിലത്ത് നിന്നാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടി ആയാലും കണ്ടിട്ട് വാ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. അപ്പോൾ വണ്ടിയുടെ ഓവറോൾ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ കാണുമ്പോഴേ അറിയാം ഇതൊരു അസൽ ഒരു വണ്ടിപ്രാന്തൻ്റെ വണ്ടിയാണെന്ന്. നമുക്ക് ഇതിനകത്ത് ആ സ്റ്റിക്കറും അതിനകത്തുള്ള ആക്സറീസും കാണുമ്പോഴേ അറിയാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗൈസ്, അപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ടാക്സി എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ആ വണ്ടിപ്രാന്തനായ ഓണറിനെ വിളിച്ചിട്ട് പുള്ളിക്കാരനോട് തന്നെ ചോദിച്ച് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പം ബ്രോ ഇറങ്ങി വാ. അപ്പം ഗൈസ്, ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ കേട്ടോ. വണ്ടിയുടെ ക്ലോസ് അങ്ങോട്ട് വന്നു. അപ്പം ബ്രോ, നേരത്തെ തൊട്ട് വണ്ടി ഫീൽഡാണോ, വണ്ടി ഓടിച്ച് നടക്കുമായിരുന്നോ അതോ? ആദ്യമായിട്ടാണ് ആണ്. അപ്പം ഒരു പ്രവാസിയാണല്ലേ, അതായത് നാട്ടിൽ വന്നതിന് ശേഷം ഓട്ടോ തിരഞ്ഞെടുത്തു ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ കണ്ണഞ്ചാൻ്റെ അടുത്താണ് പോണത് അല്ലേ? നെടുങ്കുന്നം കണ്ണഞ്ചാൻ്റെ അടുത്ത് പണിത വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിക്ക് വണ്ടിപ്രാന്തമുള്ള ഒരു മുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ വർക്കും കാര്യങ്ങളും അകത്തുണ്ട്. അകം കണ്ടു കഴിയുമ്പോൾ ഈ പുള്ളി വണ്ടിപ്രാന്തൻ്റെ അങ്ങേയറ്റമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ഏതായാലും വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേന് മെയിനായിട്ട് കണ്ടല്ലോ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടാക്സിയുടെ ഒരു ഇത് ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു ബോർഡ് പോലെ കൊടുത്തേക്കുന്നകത്ത് സൈൻ ബോർഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അകത്ത് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മഞ്ഞ കളറിൽ ഒരു ടാക്സിയുടെ ബോർഡും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നെറ്റിയിലാണെങ്കിലും അത്യാവശ്യം ഒരു റെഡ് ബ്ലാക്ക് വരുന്ന സ്റ്റിച്ചിങ്ങിൽ ഒരു നെറ്റിയിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ടാക്സിയുടെ ബോർഡ് വന്നേക്കുന്നത് നമ്മുടെ ഷെയ്ഡാണ്. അപ്പോൾ സൺഷെയ്ഡ് ഒരു റെഡ് കളറിലെ സൺഷെയ്ഡ് ഉണ്ട്. പിന്നെ എല്ലാ വണ്ടിയുടെ ഹൈലൈറ്റ് പോലെ തന്നെ കണ്ണൻചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ് ഗൈസ്, അതായത് ഈ മിററിൻ്റെ ഈ ഒരു കൊമ്പ്. അപ്പോൾ അത് സ്റ്റീലിനകത്ത് കേട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് പോയപ്പോഴും കണ്ണൻചേട്ടൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മളെ കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വെക്കുന്നതിനുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതും, പിന്നെ അവസാനം നമ്മുടെ കുത്തുകാല് പോലെ സൈഡിൽ കുത്തുകാല് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാം. വൈപ്പർ വാഗനാറിൻ്റെ വൈപ്പർ അല്ലേ, വാഗനാറിൻ്റെ വൈപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ പേര് കുഞ്ഞാപ്പി എന്നാണ്. കുഞ്ഞാപ്പിയാണോ ജീസസ് ആണോ വണ്ടിയുടെ പേര്? വണ്ടിയുടെ പേര് കുഞ്ഞാപ്പി. അപ്പം ജീസസ് എന്നുള്ളത് സ്പെഷ്യൽ നമ്മുടെ ഒരു ഓക്കെ അങ്ങനെ ഒരു പേര് കൊടുത്ത ഒരു എഡിഷൻ നെയിം എന്നൊക്കെ വേണം പറയാം കേട്ടോ. ഏത് എഡിഷൻ നെയിം ഏതാ, ജീസസ് ആണോ? വേണം അങ്ങനെ ആക്കിയേക്കാം അല്ലേ. അപ്പോൾ ആയാലും വൈപ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ കൊടുത്തേക്കുന്ന നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്രില്ലുണ്ട്. നമ്പർ പ്ലേറ്റ് സെൻട്രലായിട്ട് തന്നെ ഇപ്പം വന്നേക്കുന്ന പഞ്ചിങ് വരുന്ന നോർമൽ നമ്പർ പ്ലേറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൾഗാർഡ് ചില വണ്ടിയുടെയൊക്കെ കേസ് എടുത്തു പറഞ്ഞ സാധനമാണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മൾഗാർഡിനകത്ത് ഇപ്പം കളർ ഒരു 2 കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിന് ഒരു ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ടുള്ളതാണ്. നമ്മുടെ വണ്ടിക്കൊക്കെ ഒരു ഗ്രേ ആണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇനി ആഫ്റ്റർ മാർക്കറ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചാൽ, അപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ സാധനം തന്നെ
ആ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നതാണ്. അപ്പോൾ അത് മൾഗാർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു ഗാർഡ് തട്ടുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള സാധനം അതും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോഡിയുടെ സൈഡിൽ ഒരു പട്ടിക്കുഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റിക്കറും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ചെളി അടിച്ച് അടിയിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രീൻ കളറിലെ ഒരു പ്ലാപ്പ് പോലെ അടിയിൽ, അതൊക്കെ ആഫ്റ്റർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഓവറോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിൽ വണ്ടിക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം സ്റ്റിക്കറിൻ്റെ ഒരു അതിപ്രസരണമാണ് മൊത്തം കാണുന്നത് കേട്ടോ. മാക്സിമം എല്ലാത്തിനകത്തും സ്റ്റീലിൻ്റെ വന്നേക്കുന്നതിനകത്തും സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ട്. അപ്പം കൊമ്പിനകത്ത് കണ്ടില്ലേ, കൊമ്പിനകത്ത് റെഡ് സ്റ്റിക്കർ, മിററിനകത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ കട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുത്തുകാലായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പറയേണ്ട ഇതിനകത്താണേലും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഓരോ കട്ട വിട്ട് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോണ് സൈഡിലായിട്ടോ വെച്ചാൽ അല്ലേ ബ്രോ? അത് റൂട്ട്സിൻ്റെ ഹോണാണോ? അല്ലെന്ന് തോന്നുന്നല്ലേ, വേറെ ഒരു മോഡലല്ലേ? ഓക്കെ, ഡി ട്രക്ക് എന്നങ്ങാണ്ട് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബോർഡറിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ട് ഒരു സൈഡ് കോർണറിലായിട്ടാണ് നമ്മുടെ ഹോണും കാര്യങ്ങളും വെച്ചേക്കുന്നത് കേട്ടോ. സൈഡിലോട്ടൊക്കെ മാറ്റി കൊടുത്തേക്കാണ്. അപ്പം ഇതാണ് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ഒരു ലുക്കും കാര്യങ്ങളും. അപ്പം ബ്രോ, അപ്പം കണ്ണൻചേട്ടൻ്റെ അടുത്ത് വണ്ടി പണിയാൻ എങ്ങനെ വേറെ എവിടെയൊക്കെ പോയി തിരക്കായിരുന്നോ അതോ? കണ്ണൻചേട്ടൻ്റെ അടുത്ത് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട് മുഖാന്തരമാണ് കണ്ണൻചേട്ടനെ പരിചയപ്പെടുന്നത്. ഓക്കെ, കണ്ണൻചേട്ടനെ പരിചയപ്പെട്ടപ്പം തന്നെ പിന്നെ വേറെ എങ്ങോട്ടും പോയില്ല. അപ്പോൾ ഫസ്റ്റ് ചെല്ലുന്നത് കണ്ണൻചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ കണ്ണൻചേട്ടൻ്റെ അടുത്ത് വെച്ച് തന്നെ അപ്പം വണ്ടി പണിയാന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പം ബോഡി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ബോഡി വർക്കിന് തന്നെ? ബോഡി വർക്കിന് തന്നെ റേറ്റ് ആയത് 65 രൂപയായി. 65 രൂപ ബോഡി വർക്ക്. അപ്പോൾ 65 രൂപ ബോഡി വർക്കിനകത്ത് ചേസ് താത്ത് അഴിച്ചു മാറ്റി ബെൽറ്റ് ഇട്ടാ സംഭവം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റീലിനകത്ത് ഈ കാണുന്ന സ്റ്റീൽ വർക്ക് എല്ലാം കണ്ണൻചേട്ടൻ്റെ ബോഡി വർക്കിലുള്ളതല്ലേ? ബോഡി വർക്കിനകത്തുള്ളതാണ്. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതോ ഈ ആണോ? അപ്പം ഫുള്ള് ഈ കാണുന്ന സ്റ്റീലും നമ്മുടെ ആക്സറീസ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് മിററിന്റെ സംഭവം എല്ലാം കണ്ണൻചേട്ടൻ്റെ ഇതിനകത്തുള്ളതാണ്. ഓക്കെ. അപ്പം ഇത് വൈപ്പർ നമ്മൾ സെപ്പറേറ്റ്, വൈപ്പർ ടാക്സിയുടെ ബോർഡും നമ്മുടെ വൈപ്പറും മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. വീൽ കപ്പ് നമ്മളാണ് വാങ്ങിച്ചത്. ഓക്കെ. സ്റ്റീലിന്റെ ഇതെടുത്തിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത് നല്ലൊരു വെയിലത്ത് നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ക്ഷീണം ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തേക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലും ഫ്രണ്ടിൽ ഈ സൈഡിൽ നമുക്കൊരു കുതിരയുടെ ഒരു സ്റ്റിക്കർ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾഗാർഡിൻ്റെ ഫ്രണ്ടിലും ഒരു ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റി സാധനം ഫുള്ള് സ്റ്റിക്കർ ഒരു റെഡ് മയം മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം പേര് ജീസസ് എന്ന് പറഞ്ഞ ഒരു എഡിഷൻ നെയിമും ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ജീസസ് എന്നുള്ള നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാപ്പി എന്നുള്ളത് ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെയാണ് കൂടുതലും നമ്മളങ്ങനെ ഇടാറ്. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിലത്തെ ലുക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോഴത്തേനും എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രീതിക്ക് ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളുമാണ് മൊത്തം വന്നേക്കുന്നത്. അതായത് എല്ലാ കളറും വണ്ടിക്കകത്ത് വാരി ഇട്ടിട്ടുണ്ട്, അതൊന്നും ഇല്ലാത്തതായിട്ടില്ല. അപ്പോൾ കൈസ്, അപ്പോൾ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ബോഡി വർക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റും വാട്ടർ ചാനലും കാര്യങ്ങളും. ഇത് കണ്ടല്ലോ, ഇതൊക്കെ എന്ന് വെച്ചാൽ കണ്ണൻചേട്ടൻ്റെ അവിടുത്തെ വർക്കിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബോഡി ക്വാളിറ്റിയാണ് അല്ലേ? എടുക്കുന്ന മെറ്റീരിയലും അത് പണിയുന്ന ഇതിൻ്റെ ഇതും കൂടിയ സാധനം ഇട്ടാണ് ഫുള്ള് പണി വരുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേന് കൈ പിടിച്ച് കയറാൻ വേണ്ടിയുള്ള ഈ ഒരു പോർഷന്. പിന്നെ നമ്മുടെ ഡോറിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് പോലെ തന്നെ വെക്കാൻ പറ്റുന്ന ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കുത്തുകാലിൻ്റെ ഡിസൈനും കാര്യങ്ങളും കണ്ടല്ലോ. അപ്പം കുത്തുകാല് അതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അകത്തൊക്കെ കയറുമ്പോൾ അകത്ത് ഇരിക്കുന്നവർക്ക് കൈ പിടിച്ച് ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ നല്ല രീതിക്ക് വണ്ടിക്കകത്ത് വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളെ അല്ലാതെ നമുക്ക് എടുത്ത് കാണിക്കാം. അപ്പം ബോഡി വർക്കിൽ വാട്ടർ ചാനൽ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് കാണാം. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് കാണാം ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് പോലെ, അതൊരു കോപ്പർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതോ കോപ്പർ ഫിനിഷുള്ള പൈപ്പ് അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഓവറോൾ ലുക്ക്. ഡോറിൻ്റെ അവിടെയും സ്റ്റാർ സ്റ്റിക്കർ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഡീസലിൻ്റെ ഇത് ടാങ്ക് വരുന്ന ഭാഗത്തും ക്രോമി ചെയ്തിട്ടുണ്ടല്ലേ, അത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചാണോ അതോ നമ്മൾ വാങ്ങിച്ചാൽ? അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചതാണ്. വീൽ കപ്പ് നമ്മൾ തന്നെ വാങ്ങിച്ചത് അല്ലേ? അപ്പം വീൽ കപ്പ് നേരെ തിരിച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സൈഡിലത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ലുക്കും അതിനകത്ത് വന്നേക്കുന്ന ഐറ്റങ്ങളും കേട്ടോ. അപ്പം ബാക്ക് സൈഡിലോട്ട് നമുക്കിപ്പോൾ നോക്കാം. ബാക്ക് സൈഡിൽ നമ്മൾ ഡിക്കി ഡോറാണ് ബോഡി വർക്കിനകത്ത് വന്നേക്കുന്നത്. അപ്പം ഡിക്കി ഡോറ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഷേപ്പിൽ പണിതേക്കുന്ന ഒരു ഡിക്കി ഡോറ് നമുക്ക് അതിനകത്ത് കാണാം. അപ്പം ഗ്ലാസ് ഏരിയ നിങ്ങൾ കണ്ടല്ലോ,
അതായത് നല്ല വീതിയുള്ള ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും ഒരു റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം അതിനകത്തും വന്നിട്ടുണ്ട്. അപ്പം ബോഡി വർക്ക് നമുക്ക് ബാക്ക് ഡോറുള്ള ഇതായിരുന്നു അല്ലേ, ബാക്ക് ഡോറുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് കീയും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മറ്റേ അംബാസിഡറിൻ്റെ ഒക്കെ പോലത്തെ ഒരു ലോക്ക് സെറ്റപ്പ് അത്യാവശ്യം നല്ല നൈസായിട്ട്. ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം കേട്ടോ. തുറന്ന് വരുമ്പോഴാണല്ലോ നമുക്ക് ആകെ കാണുമ്പോൾ ഒരു രസമുണ്ട്. അതായത് ഒരു ബ്ലൂ ഷെയ്ഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഹെഡ്രസ്റ്റ് വരുന്ന സീറ്റൊക്കെ ആയതുകൊണ്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അകത്തുനിന്ന് ഒരു ചെറിയ ഒരു സബിനുള്ള ഒരു കുറ്റിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. സ്പീക്കർ സംഭവങ്ങൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. എനിക്ക് 5 ഇഞ്ചാണോ 6 ഇഞ്ചാണോ ബ്രോ? സ്പീക്കർ 5 തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടല്ലോ അതെ, ഗ്ലാസ് ഉള്ളിടത്തെല്ലാം ഗ്ലാസ്സിന് എനിക്കൊന്ന് ഡാമേജ് വരാതിരിക്കാനും ഒരു കൂടുതൽ ഒരു ഇളക്കം വരാതിരിക്കാനും ആയിരിക്കും ക്രോസ് കമ്പി, 1.5 ഇഞ്ചിൻ്റെ കമ്പി വെച്ച് സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഡിക്കി ഡോറും ഓട് കൂടിയ സ്റ്റീൽ വർക്കും കാര്യങ്ങളും അതിനകത്ത് ഡോറിൻ്റെ വർക്ക് വരുന്നുണ്ട്, മിററിൻ്റെ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ആക്സറീസും കാര്യങ്ങളും എല്ലാം ബോഡി വർക്കിൽ തന്നെ പുള്ളി ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പം ബാക്കിൽ ഡോറിനകത്ത് കണ്ടല്ലോ സ്റ്റിക്കർ, അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിക്കർ, ഓടിയുടെ സിമ്പിളായ കാര്യങ്ങൾ. പിന്നെ ഗ്രില്ലിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു റെഡ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ബ്രേക്ക് ലൈറ്റിൻ്റെ ഗാർഡുണ്ട്, നമ്മുടെ ക്രോമിൽ ചെയ്യുന്ന ഗാർഡുണ്ട്. ബാക്ക് ബമ്പറും സ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പ് ചെയ്തേക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെയൊക്കെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് കൊടുത്തേക്കുന്ന ഒരു ക്ലാമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 ആളെ കൂടുതൽ പേരെ താങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാമ്പിങ്ങും കാര്യങ്ങളുമാണ് പുള്ളിക്കാരൻ കൊടുത്തേക്കുന്നത്. അപ്പം നോർമൽ C8-ൻ്റെ വീതി കൂടിയ പ്ലാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബൈക്കിലത്തെ മെയിൻ സംഭവം. അപ്പോൾ ഇതിനകത്തൊക്കെ ആക്സറീസ് ഞാൻ പറഞ്ഞല്ലോ, തുടക്കമേ ഞാൻ പറഞ്ഞു ആക്സറീസായിട്ട് ഏറ്റവും കൂടുതൽ ആക്സറീസ് കയറിയേക്കുന്ന ഒരു വണ്ടി, അതായത് പൈസ മുടക്കി സാധനങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ കാണുന്നതും, വഴിക്ക് വെച്ച് ഞങ്ങളിങ്ങനെ കണ്ടു. അപ്പം ബ്രോ വിളിച്ചു, അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള ആ വണ്ടി ഇതാണെന്നും പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതുമാണ്, കമൻറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ, കമൻറ്റൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എല്ലാം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ FB ഇടുന്ന വീഡിയോസിനകത്താണെങ്കിലും ഗൈസ് അപ്പം എല്ലാവരും അവർ വണ്ടിയൊക്കെ സെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനിത് കണ്ടിട്ടുമുണ്ട് വണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാം സംസാരിച്ച് ഡീൽ ചെയ്തു. അപ്പോൾ ഇന്നലെ തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഒരു 10, ഇന്നലെ എത്രയായി മൊത്തം ആക്സലേഷൻ? 11 രൂപയുടെ പണി ഇന്നലെ തന്നെ ചെയ്തു. ഞങ്ങൾ ഇന്നലെ അന്നൊരു വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതിലും ക്രിസ്മസിൻ്റെ ഒരു എപ്പിസോഡായിട്ട് നമ്മുടെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് ഇതിടാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ വണ്ടിക്കകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോയും ചെയ്തിട്ടുണ്ട്, ബാക്ക് റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കണ്ടത് ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ നമ്മൾ ചെയ്തതാണ്. അപ്പം ബാക്കിലത്തെ ഓവറോൾ ലുക്ക്, സൈഡ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു സൈഡിലോട്ട് വരുവാണെങ്കിലും നമ്മൾ കണ്ട പോലെ തന്നെ സ്റ്റീലിൻ്റെ ഇവിടെ ഒരു അപ്പുറത്തെ സൈഡിൽ കൊടുത്തേക്കുന്ന ഡിസൈൻ അല്ലാതെ ഒരു വെറൈറ്റി ഒരു ഡിസൈനും കാര്യങ്ങളും, ഡോറയിലൊക്കെ ഒരു സ്റ്റാറിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഡീസലിൻ്റെ കണ്ടല്ലോ, ഡീസൽ ടാങ്കിൻ്റെ അവിടെയും ക്രോം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ മെയിൻ ഘടകമായ നമുക്ക് അതായത് തട്ടപ്പോൾസറി കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിലോട്ട് കയറിയിട്ട് ബാക്കി ഉള്ളിലെ വിശേഷങ്ങൾ കാണിക്കാം. അപ്പം ഗൈസ്, അപ്പം ഇതൊരു ക്രിസ്മസ് എപ്പിസോഡ് ആക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇപ്പം ഞാൻ വണ്ടിയുടെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയേണ്ടത്, നമ്മുടെ CD മ്യൂസിക്കകത്ത് ഹരിശ്രേഷ്ഠവൻ്റെ വീട്ടിനകത്ത് കയറുമ്പോഴത്തേന് നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പിൽ ഇതിനകത്ത് എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറി ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം ഗൈസ് കണ്ടോ, അതെ ഒരു കൊട്ടാര ഫീല് കണ്ടോ. ഇത് വണ്ടി പ്രാന്തനാണോ വല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നല്ലൊരു സീറ്റ് കാറയിലൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ഇരിക്കുമ്പോഴത്തേനും ഒരു കുഷ്യൻ സെറ്റപ്പ് കിട്ടാനും നമുക്ക് മടുപ്പ് വരാതിരിക്കാനൊക്കെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് സീറ്റേ കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്ലോറിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ നല്ല രീതിക്ക് ഒരു സെപ്പറേറ്റ് ഒരു മാറ്റും കാര്യങ്ങളുമുണ്ട്. കാല് ചവിട്ടാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ പെഡലും കാര്യങ്ങളും ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് ചെരുപ്പിട്ട് കയറാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരത്തില്ല. അപ്പോൾ ആ രീതിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വണ്ടി എനിക്ക് താന്നിട്ടുണ്ടോ, താന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് ഇനി നിങ്ങളുടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് കണ്ടോ, മേരി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് ഫാദർ ഇരിപ്പുണ്ട്. ഇവിടെ കണ്ണാടി ഇവിടെ അവിടെ എല്ലാം തൂക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അലങ്കരിച്ചിട്ടേക്കുന്ന ഒരു ഫ്രണ്ട്. ഇത്രയും ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ തട്ട് കാര്യങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള വണ്ടി ഗൈസ്. അപ്പോൾ ഈ വണ്ടി മാത്രം ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ ഇത്രയും പണി ചെയ്തേക്കുന്ന ഒരു വണ്ടി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഓരോന്ന് എടുത്തെടുത്ത് പറയണം. ഇതിപ്പം ക്രിസ്മസ് സ്പെഷ്യൽ ഈ ഐറ്റങ്ങളൊക്കെ അല്ലേ. ഇത് നമ്മുടെ മുന്തിരി ആസ്ഥാന സാധനമാണല്ലോ. പിന്നെ നമ്മുടെ ഞാലി കണ്ടില്ലേ, ഞാലി കാര്യങ്ങൾ അതിനകത്തെല്ലാം ക്രിസ്മസ് ഫാദറിനെ നമ്മളിങ്ങനെ തൂക്കി ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം നോക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് ഉണ്ട്. മേരി ക്രിസ്മസിൻ്റെ ഒരു കണ്ണാടി. ഇവിടെ ഫ്രണ്ടിൽ കുറേ ഡക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതാണ്ട് കാറ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു ചെറിയൊരു മിറർ സംഭവങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതേ പഴയ റാന്തൽ സെറ്റപ്പ് കുറേ സംഭവങ്ങൾ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തട്ടിലെ വിശേഷം. തട്ടിലെ വിശേഷം അല്ലാതെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഹാൻഡിലിന് അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ്, നമ്മുടെ ക്ലച്ചിൻ്റെ അവിടെ ഒരു ഗ്രിപ്പ് സംഭവം ഇട്ടിട്ടുണ്ട്. ഇത് മിനിക്കാന്ന് ഞാൻ ആ വീഡിയോ കണ്ട് പാടെ പോയി മേടിച്ച സാധനം. വീഡിയോ കണ്ടത് അതായത് നമ്മുടെ വീഡിയോക്കകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സാധനം വാങ്ങിച്ച് ഞാൻ ഇടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് ബ്രോ അത് കണ്ട് പോയി വാങ്ങിച്ചിട്ട സാധനമാണ്. അപ്പോൾ ഇത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഇത് ഇട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, മറ്റേന് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ പിന്നെ എനിക്ക് ഫീൽ ചെയ്ത് നമുക്ക് പറയണമല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴും ചെറിയൊരു വേദനയുണ്ട്. കുഴപ്പമില്ലായിരിക്കാം കേട്ടോ. അപ്പൊ നമ്മള് തോന്നുന്നത് നമ്മൾ കറക്റ്റ് പറയണം, ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് നിന്നാൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കൈക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മാറ്റി ഇങ്ങനെ പിടിക്കാൻ പറ്റും. അത്ര വിഷയം വരുന്നില്ല, നമുക്ക് സോഫ്റ്റ് ആയിട്ടൊരു ടച്ച് നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം പർപ്പസ് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മാറ്റിയ കാര്യങ്ങളെ സംഭവങ്ങളെ എല്ലാം ചെയ്തിട്ട് ഇതേ മുന്തിരിക്കോല സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തെ ഒരു മെയിൻ സംഭവം. അപ്പം അതിനകത്ത് ഹൈലൈറ്റും ഇതേ ഒരു സാധനം ഇപ്പം ബ്രോ എടുത്ത് കാണിച്ചതാണിത്. ഇതിൻ്റെ കീ നിങ്ങളെ ഒന്ന് ഞാൻ എടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു ഓട്ടോയുടെ കീ ആണ് ഗൈസ്. ഇതൊരു ഓട്ടോയുടെ കീ. ഇത് കണ്ടത് BMW ഒരു ബാഡ്ജിങ് ഒക്കെ വരുന്ന രീതിക്ക് ഇത് ഒരു കീ. ഇതാണ് ഓട്ടോയുടെ കീ കേട്ടോ. ഈ കീ ചെയ്യാൻ വേണ്ടി തന്നെ ആയി ബ്രോ 400 രൂപയായി. ഇതെവിടാ ചെയ്തേ? വാങ്ങിച്ചിട്ട് ആണല്ലേ? അപ്പം കുഴപ്പമില്ല, നല്ല സാധനമല്ലേ, ക്വാളിറ്റി ഉണ്ട്. ഓ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ സ്വിച്ച് ഒക്കെ വർക്കിംഗ് ആണോ? ഇത് വർക്കല്ല, നമുക്കല്ലാതെ ഒരു കവറായിട്ടിടാം അല്ലേ? അപ്പം കണ്ടോ ഇതിന്റെ കീ കണ്ടോ, ഒരു BMW കൊണ്ട് കിടക്കുന്ന പ്രൗഡിയിൽ കൊണ്ട് കിടക്കുക. ഇതെന്തിന്റെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തത്? ഫാന്. താക്കോൽ ഓണാക്കി. അപ്പം ഗൈസ് അടിപൊളി ഫാന്. കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തതാണോ അതോ? രണ്ടാമത് സെറ്റ് ചെയ്തല്ലേ ഫാൻ. ഓ ഇതെല്ലാം വർക്കിംഗ് ആണ്. എല്ലാം തൂങ്ങിക്കിടക്കുന്ന എല്ലാ സാധനവും ഇതിനകത്ത് വർക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ റാന്തൽ സാധനം വർക്ക് ചെയ്യുന്നതാണ്. പാപ്പ കത്തുന്നതാണ്. അതെ, പാപ്പായെ നമുക്ക് കത്തിച്ച് വെക്കാം. അപ്പോൾ ഫുള്ള് ഇതായി കണ്ടോ. അതും ഇപ്പം നമ്മൾ ഇത്ര ലൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടോ. റെഡ് ലൈറ്റിൽ പാപ്പ കത്തുന്നതാണ്. നല്ല കിണ്ടുക്കനൊരു ഫാൻ കേട്ടോ. കറക്റ്റ് സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളൊരു സംഭവം. ഒരു ഫാനിൻ്റെ ഉപയോഗം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലായിട്ട് അത്യാവശ്യം സാധനമാണ്. അത് കൊള്ളാം കേട്ടോ. ഈ ഫാനിന് എന്നാ റേറ്റ് ആയി ബ്രോ? 1000 രൂപയായി. സെറ്റിങ്ങിന് എല്ലാം കൂടെ ഒരു 1500 രൂപ അടുത്തായി. 1500 രൂപ അടുത്തായി. ഇപ്പം കൈസ് കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആക്സറീസിന്റെ കാര്യത്തിൽ അതുപോലെ റേറ്റ് ആക്സറീസ് കയറിയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ഇലക്ട്രിക്കൽ പരിപാടി എല്ലാം ചെയ്തത് നമ്മുടെ തെങ്ങണായിൽ സ്റ്റാർ ഓട്ടോ ഇലക്ട്രിക്സ് ആണ്. അതെ, അതായത് തെങ്ങണായിലുള്ള സ്റ്റാർ ഓട്ടോ ഇലക്ട്രിക്. ഓ അപ്പൊ അവിടുന്ന് വന്നാണ് ഇതെല്ലാം ഇവിടെ വന്ന് ചെയ്യുമായിരുന്നു. ഓക്കെ, അതെല്ലാം തെങ്ങണായി വന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു തട്ടും കാര്യങ്ങളും ഒരു സെറ്റപ്പ്. നല്ല സീറ്റ് അടിപൊളിയാണ്. എനിക്ക് പക്ഷെ ഇതിനകത്ത് ഇരുന്നിട്ട് നല്ല രീതിക്ക് താന്നിരിക്കുന്ന ഒരു ഫീല് തോന്നി കേട്ടോ. നല്ല ഫീൽ ഗുഡായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് ബ്രോ കുറെ സംഭവങ്ങളൊക്കെ സീറ്റ് വാങ്ങിച്ചിട്ടേക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ. ഓ അപ്പം അങ്ങനെ സാധനം ഉണ്ട്, കണ്ണൻ ചേട്ടൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു സംഭവം. ഇതെന്നെ ഫുട്ബോള് സംഭവം ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ. കൊള്ളാം. ഇത് നമ്മുടെ കാലി ചവിട്ടുന്ന പോർഷൻ സംഭവം കൊള്ളാം. അപ്പോൾ ഈ ബോക്സിന്റെ പർപ്പസ് എന്താ? അതിനൊരു ലോക്ക് സെറ്റപ്പ് ഉണ്ടല്ലേ? ഓ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റി വെക്കാം. ഓ അതന്നെ സെറ്റ്. അത് സെറ്റ് കാണിക്കും. അത് ഇതിന്റെ ഓട്ടോ സ്റ്റാറിന്റെ സെറ്റ് കൊടുക്കാൻ പ്ലാനുണ്ട്. ആരെല്ലാം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പം ബ്രോയുടെ ഇന്നലെ മാറി ഈ സെറ്റ് 4 മാസമായുള്ള സെറ്റാണ്. അത് ഇന്നലെ മാറിയിട്ടാണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ സാധനമായ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സംഭവങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ബ്രോയുടെ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ബ്രോയുടെ നമ്പർ തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കണ്ണൻ ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ഏരിയയിൽ ഒരു ബോക്സ് സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത്. അതിനകത്ത് ഫുട്ബോളോ കാര്യങ്ങളെല്ലാം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും. അപ്പോൾ നല്ല അടിപൊളി ഒരു സാധനം. നല്ല ഇരുത്തമൊക്കെ അടിപൊളി. നമുക്ക് നല്ല കൂളായിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് നമ്മുടെ ടോപ്പിലെ തട്ടിലാണ് നമ്മുടെ ഫാന്, നമ്മുടെ സ്വിച്ച് കാര്യങ്ങൾ എല്ലാം വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമുക്ക് ബാക്കിലിരുന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ നിങ്ങൾക്ക് ഞാൻ ബാക്കിൽ ചെന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഫ്രണ്ടിലത്തെ സത്യം പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേന് ഒരു രക്ഷയില്ലാത്ത സുഖം ഇതിനകത്ത് എനിക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് കയറിയിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലത്തെ ഫുള്ള് വിഷ്വലും കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിക്കാം. അത്ര സെറ്റാണ് വർക്ക് കേട്ടോ.
കണ്ടല്ലോ. ഇതിനകത്തുനിന്ന് നമ്മുടെ സീറ്റ് ഇത് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, ഒരു റെഡ് നല്ല ബക്കറ്റ് സീറ്റായിട്ട് നല്ല കുഷ്യൻ പോലെ നല്ല സെറ്റപ്പ് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല പൊതിഞ്ഞു പോകുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഉള്ള ഒരു സംഭവം, അതിനകത്താണ് അഡീഷണൽ സംഭവം വാങ്ങിച്ചിട്ടേക്കുന്നത്. അപ്പം കൈസ്, അപ്പം മെയിനായിട്ടുള്ള നമ്മുടെ തട്ടപ്പോൾസറി ബാക്കിലത്തെ സീറ്റ് സംഭവങ്ങളെല്ലാം ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം, ഈ ഡോറ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ബ്രോ ഇപ്പുറത്ത് വന്നത് തുറന്നു തരണേ. അപ്പം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എൻ്റെ ഇവിടെയാണ് തുറക്കാനുള്ളത്. ഇത് ബ്രോയ്ക്ക് തന്നെ അകത്തിരുന്നുകൊണ്ട് സെറ്റ് ചെയ്യാം. അത് കണ്ടോ, ബ്രോ ഒന്ന് വലിച്ചേ, കണ്ടോ. അപ്പം ഡോറ് തുറന്ന് വന്നേക്കാണ് ഗൈസ്. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. അത് ഫ്രണ്ട് എന്നുള്ള സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചാൽ അകത്തോട്ട് ഞാൻ കയറാൻ പോവാണ്. അപ്പം എന്താ നല്ല റെഡ് മാറ്റെല്ലാം ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. കണ്ടോ, അടിപൊളി. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സീറ്റ് ഒരു രക്ഷയില്ല. സീറ്റ് നല്ല രീതിയിൽ താന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ബാക്ക് സീറ്റ് അല്ലേ. നല്ലതായിട്ട് ബാക്ക് താന്നാണ് വെച്ചേക്കുന്നത്. നല്ല ചാരുമുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പൊതിഞ്ഞ് നല്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ റെഡ് ബ്ലാക്ക് ഹെഡ് റെസ്റ്റ്, 1 2 3 ഹെഡ് റെസ്റ്റ് വരുന്ന നമ്മുടെ സീറ്റ്. അപ്പോൾ ഇതിനകത്ത് കേസ് ഇതെൻ്റെ ചിട്ടിയുടെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടല്ലോ, ഡിസൈൻ കണ്ടല്ലോ, കണ്ടോ, അതാണ് നിങ്ങൾ നോക്കുക കേസ്. അപ്പോൾ എന്തേ നല്ല അടിപൊളി സീറ്റ്, നല്ല സീറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ സെറ്റപ്പ് നമുക്ക് കാണിക്കാം. അപ്പം ബ്രോ ഒന്നുകൂടെ ഓണാക്കുക. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് വേണമെങ്കിൽ തുറക്കാൻ ഇവിടെ ഇത് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് തുറക്കാം. അപ്പോൾ ഇനി ബ്രോ തന്നെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെയാണ് തുറന്ന് തരുന്നതെന്നുള്ള സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് കാണാൻ പോകേണ്ട സാധനം കേട്ടോ. അപ്പം ബ്രോ ഒന്ന് തുറന്നേ നോക്കട്ടെ അതിനകത്ത് സെറ്റപ്പ്. ഇത് കണ്ടോ, ഇതൊരു കണ്ടോ നൈസായിട്ട് ഒരു കേബിള് സാധനം സെറ്റപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ ബ്രേക്ക് അല്ലേ, ബ്രേക്ക് കേബിളും ലിവറിലുമാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്താണ് കണ്ണഞ്ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നതാണ്. കണ്ണഞ്ചേട്ടൻ സെറ്റ് ചെയ്ത് തന്ന സാധനം അല്ലേ. അതൊരു അടിപൊളി ഒരു ഐറ്റം. വണ്ടി കൊണ്ടുപോയിട്ട് ഇട്ടു 10 ദിവസത്തിനുള്ളിൽ കണ്ണഞ്ചേട്ടന്റെ പരിപാടി കഴിഞ്ഞ് 10 ദിവസം കൊണ്ട് ബോഡി വർക്ക് എല്ലാം തീർത്ത് തന്നു അല്ലേ. ആവശ്യം പോലും ഇല്ല. അപ്പൊ ഏകദേശം എത്ര ദിവസം എടുത്തു നമുക്ക് മൊത്തത്തില്? ബോഡി വർക്ക് ഫുള്ള് 10 ദിവസം കൊണ്ട് കഴിഞ്ഞു. പിന്നെ അപ്പോൾസറി അതാ മഴയുടെ സമയമായതുകൊണ്ട് ഇച്ചിരി താമസം എടുത്തുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ ഇടപാടായിരുന്നു. അപ്പം ഹൈലൈറ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈക്കിളിന്റെ ബ്രേക്ക് ലിവറിനകത്ത് സാധനം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ ബ്രോയ്ക്ക് ഇറങ്ങാൻ നേരത്ത് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പുറകെ ഇരിക്കുന്നവർക്ക് തുറക്കണമെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. അത് ഒരു അടിപൊളി നമ്പർ 1 സാധനമാണ്. ചെറിയ രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലോക്ക്. ആപ്പേ വണ്ടിക്ക് ഇപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ കാണത്തില്ല. കാരണം ചേട്ടൻ്റെ ആ സാധനത്തിൽ നമ്മൾ സമ്മതിച്ച് തന്നേക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്കിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചാരിൽ നല്ല സുഖമായിട്ട് ഫ്രണ്ടിൽ ഫാനുണ്ട്. അപ്പോൾ ഫാനൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മൾ നോക്കുമ്പോഴത്തേന് കാണുന്ന പോർഷൻ കണ്ടല്ലോ. അപ്പം ഇവിടെ ക്രിസ്മസ് പാപ്പ, ഇവിടെ ചെറിയൊരു ഗ്ലാസ്. നമുക്ക് ബാക്കി ഇരിക്കുന്നവർക്ക് വേണേൽ നമ്മളെ ഇങ്ങനെ ചരിഞ്ഞ് നോക്കി അതിനകത്ത് നമ്മളെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഞാനിരിക്കുന്നത് കാണാം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫാന് കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ, സ്വിച്ച് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അതായത് ഇന്നലെ ചെയ്തേക്കുന്ന, എനിക്ക് തോന്നുന്നത് ഇത് എത്ര ഇഞ്ചാ ബ്രോ? ഇത് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ഇതിനകത്ത് സെറ്റപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല പക്കയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടച്ചൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൻ്റെ ഫോണിൽ ടച്ച് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു സ്റ്റീരിയോയും കാര്യങ്ങളും ഇന്നലെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്ക് മാത്രമായിട്ട് എത്ര രൂപയായി ബ്രോ? ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്ക് മാത്രമായിട്ട് 9500. 9500 സ്റ്റീരിയോയ്ക്കും റിവേഴ്സ് ക്യാമറയ്ക്കും ഇതിൻ്റെ ഈ പാനലിനും കൂടെ. അപ്പോൾ പാനൽ കൂട്ടി അതാണ്ടോ, ഇതുണ്ടോ നമ്മുടെ നാവിഗേഷൻ അടിപൊളിയാണ് കേട്ടോ. സൗണ്ട് കുറച്ച് പാട്ടിൻ്റെ കണ്ടോ, നല്ല സ്മൂത്ത് ടച്ച് കാര്യങ്ങൾ. നമുക്ക് ലൊക്കേഷനൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് സംഭവമാണ്. നമുക്കറിയാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഫോണ് തട്ടായി വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ അറിയാത്ത സ്ഥലത്ത് പോകുന്നത്. ഈ സാധനം ഇതിനകത്ത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനമാണ്. പക്ഷെ എല്ലാവർക്കും എത്ര രീതിക്ക് പൈസ മുടക്കി ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എങ്കിൽ പോലും കണ്ടല്ലോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോയ്ക്കകത്ത് നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് നമുക്ക് നാവിഗേഷൻ നല്ല സെറ്റപ്പായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും കാണാൻ പറ്റും, പുറകെ ഇരിക്കുന്നവർക്ക് വേണം പുറകിൽ നിന്ന് നോക്കി പറഞ്ഞു തരാനും പറ്റും. അപ്പോൾ ആ രീതിക്ക് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് മൊത്തം 11 രൂപ അല്ലേ? ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 11 ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 11 രൂപ ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ. ഇതിന്റെ തന്നെയാണ് ഈ USB-യുടെ വന്നേക്കുന്നത് അല്ലേ, അഡാപ്റ്റർ പോലെ നമുക്ക് കുത്താൻ വേണ്ടി സാധനം കണക്ഷൻ ഇട്ടിട്ടുണ്ട്. ആ സൈഡിൽ നമുക്ക് കോളിങ്ങിന് അല്ലേ, സംസാരിക്കുമ്പോഴത്തേന് മൈക്കും കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണോ? ഇതിനകത്ത് വരുന്ന.
അപ്പം ഗൈസ് അപ്പം കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ തട്ടപ്പോൾസറി നമ്മുടെ സ്പീക്കർ ഈ സെൻറ്ററിലാണ് കൊടുത്തേക്കുന്നത്, തട്ടയിൽ തന്നെ കൊടുത്തല്ലേ ബ്രോ? അപ്പോൾ 4 ഇഞ്ചിൻ്റെ സ്പീക്കറാണെന്ന് തോന്നുന്നു. നമുക്ക് തട്ടയിൽ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ മറ്റേ വെൽവെറ്റ് മെറ്റീരിയൽ പോലത്തെ ഇതിലാണ് തട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനകത്ത് നല്ല സ്മൂത്താണ്. അതിനകത്ത് കളർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഗ്രേ ഉണ്ട്, ഒരു ഡാർക്ക് ഗ്രേ പോലെ വരുന്നുണ്ട്, ഒരു റെഡ് ഉണ്ട്, ഒരു ബ്രൗണിഷ് വരുന്ന ഒരു സെൻറ്റർ പോർഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇടയ്ക്കാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് നമ്മുടെ ഒരു ഓറഞ്ച് ഒരു വൈറ്റ് വരുന്ന രീതിക്ക് നമുക്ക് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. സൈഡ് വശമൊക്കെ ഇതേ ലൈറ്റ് ഉണ്ട് ഇല്ലല്ലോ? അതേ ലൈറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ റെഡ് ലൈറ്റും കാര്യങ്ങളും ഇവിടുത്തെ റെക്സിൻ വന്നേക്കുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ് ബോർഡർ വന്നേക്കുന്നത്. അങ്ങനത്തെ സ്പോട്ട് ലൈറ്റ് പോലെ റെഡ് ലൈറ്റ് ഒരു ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിച്ച് ഇടുമ്പോഴത്തേനും അതെ ഇന്നത് കണ്ടോ, ഇതാണ് ഗൈസ് അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് തട്ടപ്പോൾസറിയുടെ ഒരു ലുക്ക്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ലൈറ്റ് കൂടെ വരുമ്പോഴത്തേന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേന് കാണാം. അപ്പോൾ ഫ്രണ്ടിലത്തെ തട്ടിൻ്റെ ഒരു സംഭവം ഒരു ബോക്സ് ആയിട്ട് ഒരു സാധനങ്ങൾ വന്നേക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്തൊക്കെ കയറിയ ഒരു ലുക്ക് നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ കാണുമ്പോഴത്തേന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പം നമ്മുടെ സ്പീക്കറൊക്കെ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഒരു ഗ്രീന് പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും നമ്മുടെ തട്ടിൽ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ മണ്ടക്കത്ത് തട്ടേ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിലെ തട്ടയിലെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സീറ്റ് നല്ല സൂപ്പർ സീറ്റാണ് കേട്ടോ. അത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊതിഞ്ഞ് താഴോട്ട് കൊണ്ടുവന്ന നല്ലൊരു മെറ്റീരിയൽ. അപ്പോൾ അപ്പോൾസറിയുടെ റേറ്റ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ലാസ്റ്റ് ആകട്ടെ. അപ്പം ബാക്ക് സൈഡിൽ നിന്നുള്ള നമ്മുടെ തട്ട് അടിപൊളിയാണ് കേട്ടോ. അതിനകത്ത് ഒരു യെല്ലോ റെഡ് കോമ്പിനേഷനിൽ ഒരു ഡാർക്ക് ഒരു ഗ്രേ കളറും വരുന്നുണ്ട്. അതിനകത്ത് ഗ്രീന് റെഡ് ബ്ലൂ ലൈറ്റ് കാര്യങ്ങൾ. ഇതിനകത്ത് ഇവിടെ വരുന്ന പോർഷനിൽ ഒരു ബോർഡറായിട്ട് ഒരു വൈറ്റ് ലൈന് സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. ഇതേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസമാണ് നോക്കിയാൽ വണ്ടിയുടെ അകം കാണാൻ. കണ്ടോ ഫുള്ള് തട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഫുള്ള് തട്ടിനകത്ത്. നമ്മുടെ സീറ്റ് റെഡ് ബ്ലാക്ക് ചോപ്പ് ലൈറ്റ് കളറിൽ സംഭവം ചെയ്തേക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഹെഡ്രസിൻ്റെ മണ്ടയ്ക്ക് എല്ലാം എന്താണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറയാം ഒരു ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിൽ നമ്മൾ കയറുന്ന ഒരു ഷോപ്പിൽ കയറുന്ന ഒരു ഫീൽ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും. അത്ര നീറ്റായിട്ടാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഹെഡ്രസ്റ്റ് ഉള്ള വണ്ടി. ബാക്കിൽ നിന്ന് നമുക്ക് കണ്ടോ ഇവിടെ ഒരു ഇത് തന്നെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അതെ അതിനകത്ത് വെക്കുകയും ചെയ്യാം. അതിനകത്തൊരു സ്റ്റോറേജ് പോലെ ഉണ്ടല്ലേ. അപ്പം ദേ ഇവിടെ നമുക്ക് നമ്മുടെ ഓറഞ്ച് ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്തി മൊത്തത്തിൽ ഒരു അടിപൊളി സെറ്റപ്പിൽ ചെയ്തേക്കുന്ന ഒരു വണ്ടി. അപ്പോൾ റെഡ് മാറ്റ് നമ്മുടെ പോലത്തെ മാറ്റുണ്ട്. അതിനകത്ത് സെപ്പറേറ്റ് വേറൊരു റെഡ് മാറ്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടൊരു ഇൻറ്റീരിയർ കേട്ടോ. നല്ല നീറ്റ് ഇൻറ്റീരിയർ വെച്ചാൽ നീറ്റ് ഇൻറ്റീരിയർ. നമ്മുടെ ഈ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു ഗിറ്റാറിൻ്റെ ഒരു ഷേപ്പിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് തന്നെ ഗിറ്റാറിൻ്റെ സംഭവം. അപ്പം കണ്ടല്ലോ. അപ്പം QR കോഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഇത്ര സെറ്റപ്പിൽ തരാൻ പറ്റുന്ന ഒരു വീഡിയോ നമുക്ക് സ്പെഷ്യലായിട്ട് തരാൻ വേറെ ഒന്നുമില്ല. അപ്പം അതാണ് ഇതിനകത്തെ മെയിൻ സംഭവം. അപ്പം ഇത് കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ക്രിസ്മസ് പാപ്പയുടെ അതിപ്രസരം 1 2 3 4 5 6 ക്രിസ്മസ് പാപ്പ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തട്ടയിൽ ക്രിസ്മസ് പാപ്പയുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ക്രിസ്മസ് മയം. അപ്പം ഗൈസ് അപ്പോൾ ഏതായാലും കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിനകത്ത് ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ തട്ടപ്പോൾസറിയുടെ ഒരു വെളിയിൽ നിന്നുള്ള ഒരു സെറ്റപ്പ് ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഞാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നല്ല വെയിലത്ത് നല്ല ഇതായിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ലൈറ്റിങ് വെളി എടുത്ത് ഫോണും കൊണ്ട് ഇരുന്നിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ എത്രമാത്രം കിട്ടുമോ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പം ബ്രോ നമ്മുടെ അപ്പോൾസറിക്ക് എന്നാ റേറ്റ് ആയി? അപ്പോൾസറിക്ക് 30 രൂപ. അപ്പോൾ അതിമനോഹരമായ അപ്പോൾസറി സെറ്റപ്പ് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും പറയാനില്ല. അപ്പോൾ സീറ്റ് ഉൾപ്പെടെ അല്ലേ? സീറ്റ് ഉൾപ്പെടെ അപ്പോൾസറി വർക്ക് 30 രൂപയുടെ അപ്പോൾസറി വർക്കാണ് കണ്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ തട്ടപ്പോൾസറി നിങ്ങൾ കാണാം. ഞാൻ ഡോറ് തുറന്നിട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. കണ്ടല്ലോ കണ്ടോ അടിപൊളി നല്ല ലൈറ്റ് നല്ലത്. ഇങ്ങനെ ഇങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ തട്ട് കണ്ടോ. തട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓട്ടോയുടെ വണ്ടിക്കകത്തെ തട്ടാണെന്ന് നമുക്ക് സംശയിക്കും. ഇങ്ങനെ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇത് കണ്ടോ. ബാക്കിലത്തെ സീറ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാം. കണ്ടോ അടിപൊളി സീറ്റല്ലേ സംഭവങ്ങളെല്ലാമായിട്ട്. അപ്പോൾ അത്ര നീറ്റിൽ എല്ലാ വർക്കും ഇതിനകത്ത്
എല്ലാ സാധനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. ഫുള്ള് നിറഞ്ഞ് വെച്ച് നമ്മുടെ മനസ്സിങ്ങനെ വണ്ടിയെ കയറി കഴിഞ്ഞാൽ, പിള്ളേരൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനേ നേരം കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു കിടുക്കാച്ചി വണ്ടി കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബ്രോയുടെ നമ്മുടെ ഒരു വണ്ടി പ്രാന്തൻ്റെ നമ്മുടെ അതിരമ്പുഴയുള്ള അല്ലേ. അപ്പം ബ്രോയുടെ കറക്റ്റ് പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ബിബിൻ എന്നാണ്. ബിബിൻ. അപ്പം ബിബിൻ ബ്രോയുടെ അതിരമ്പുഴയിൽ നമ്മുടെ പള്ളി മൈതാനത്ത് കിടന്നാണ് സ്റ്റാൻഡ്. അപ്പം നമ്മുടെ കണ്ണൻ ചേട്ടൻ്റെ ഒരു സൂപ്പർ ഒരു വർക്ക്. കണ്ണൻ ചേട്ടനെ പരിചയപ്പെടുത്തിയ ചേച്ചി ഇവിടെ. കണ്ണൻ ചേട്ടനെ പരിചയപ്പെടുത്തിയ ചേച്ചി ഉണ്ട് അവിടെ ഇപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ബ്രോ വീഡിയോ എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പം ബ്രോയുടെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചേച്ചി കുറേ നേരമായിട്ട് പോസ്റ്റായിട്ട് അപ്പുറത്ത് മാറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കണ്ണൻ ചേട്ടനെ ചേച്ചിയാണ് പരിചയപ്പെടുത്തിയത്. ചേച്ചി ഞങ്ങൾ വെയിലൊന്നും കൊള്ളിക്കാതെ തണലത്ത് ഞങ്ങൾ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. ചേച്ചിയാണോ കണ്ണൻ ചേട്ടനെ പരിചയപ്പെടുത്തിയത്? കണ്ണൻ ചേട്ടനെ നേരത്തോട്ട് അറിയാം അല്ലേ. അടിപൊളി വർക്കായിട്ടല്ലേ. അതായത് കണ്ണൻ ചേട്ടൻ്റെ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെല്ലാവരും കണ്ടാണ്. FBയിലൊക്കെ അത്യാവശ്യം നല്ല 2 ലക്ഷം പേര് മേളിൽ കണ്ട ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതായത് ബാക്ക് സൈഡിൽ സ്റ്റാറും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും ഉണ്ട്. നമുക്ക് സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡോറ് ക്ലോസ് ആയോ ബ്രോ? അപ്പോൾ കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് താക്കോലിട്ട് ലോക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെറ്റപ്പ്. അപ്പോൾ ഏതായാലും പാട്ടുകൂടെ വെച്ച് ആ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഒരു സോങ് കൂടെ കയറ്റിയിട്ടിട്ട് ചേച്ചി കയറിയെന്നു, അകത്ത് കയറിയെന്നു. ഇനിയിപ്പോൾ എന്നാ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു അകത്തോട് കയറി മലരികളിൽ മനുഷ്യ ബാലൻസ് റാഡ് സ്പ്രിംഗ് ഉണ്ടല്ലേ? ഓ ഓക്കെ. അപ്പൊ ബാലൻസ് റാഡ് സ്പ്രിംഗും കണ്ണൻ ചേട്ടൻ തന്നെ ചെയ്തത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ടി കൊണ്ടുപോയി അവിടെ 10 ദിവസം മുമ്പ് കൊണ്ടുപോയി കൊടുത്ത് 10-ാം പൊക്കം ബാലൻസ് റാഡും സ്പ്രിംഗും എല്ലാം പിടിപ്പിച്ച് കണ്ണൻ ചേട്ടൻ കയ്യിലോട്ട് തരും. അതായത് ബോഡി വർക്ക് തീർന്ന സമയത്ത് ബാലൻസ് റാഡ് സ്പ്രിംഗും ചെയ്തു തന്നു. അപ്പൊ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ നമ്മുടെ വണ്ടി ഇപ്പൊ മൊത്തത്തിൽ എത്ര രൂപയുടെ വർക്ക് വന്ന് കാണും? ഏകദേശം ഒരു 1.25 രൂപ, 1.30 കൂട്ടിക്കോ. 1,30,000 രൂപയുടെ വർക്ക് നമ്മുടെ ഈ വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ബോഡി വർക്ക്ഷോപ്പിലാണോ അതോ അല്ലാതെ? ടോട്ടൽ എല്ലാം കൂടെ. ഓക്കെ. അപ്പം കണ്ണൻ ചേട്ടൻ തന്നെ പുള്ളിയുടെ വർക്ക്ഷോപ്പിലാണ് ഇതിന്റെ ബാലൻസ് ആണ് സ്പ്രിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളത് വിട്ടുപോയ സംഭവമാണ്. അപ്പോൾ റണ്ണിങ്ങിലാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ബോഡി വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ടപ്പനയെ പോയി സ്പ്രിംഗും ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു 10,000 മുടക്കി നിങ്ങൾ പോയി ചെയ്യേണ്ട. അപ്പോൾ റേറ്റ് സെയിം 7,500 രൂപ തന്നെ അല്ലേ? അപ്പോൾ 7,500 രൂപ അവിടെ ചെയ്യുന്ന പോലെ തന്നെ. എന്നാൽ അതേ ആക്ഷനും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നല്ല യാത്രാസുഖവും കാര്യങ്ങളും ഉണ്ട്. അത് അടിപൊളിയായിട്ട് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾ കണ്ണൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അടിപൊളി സീറ്റ്, നല്ല ചാരും നല്ലതായിട്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നല്ല കംഫർട്ടാണ്. ഇപ്പം ഡിസ്പ്ലേയും കൂടെ വെച്ചേക്കുന്ന ഒരു ലോങ് ഒക്കെ പോകുമ്പോഴത്തേന് ഒരു സിനിമയൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അതും കണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. സ്റ്റെപ്പായിട്ട് ചെയ്തേക്കുന്ന വണ്ടി. അപ്പം കണ്ടല്ലോ. അപ്പം ക്രിസ്മസിന് നിങ്ങൾക്ക് ഇതിൽ പരമായിട്ട് ഒരു മോഡിഫിക്കേഷൻ ചെയ്ത നമ്മുടെ ഒരു ആപ്പേ വണ്ടി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കേസ് അടിപൊളിയായിട്ട് പണിത വണ്ടി. അപ്പം കേസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഓട്ടം വന്ന വണ്ടിയാണ്. ഓട്ടം വന്ന വണ്ടി ചേച്ചിയെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇറക്കി ചേച്ചിയെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ റിവ്യൂ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കണ്ണൻ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളും നമ്പർ ഞാൻ കൊടുത്തേക്കാം. ബ്രോയുടെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തരാം. എന്ന് വെച്ചാൽ ഒത്തിരി പേര് വിളിക്കും. അപ്പോൾ അതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കേസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം കേസ് ബൈ. ഐസ്ക്രീം കത്തിക്കുന്നുണ്ടോ? നോക്കണം. ഇതാണ് ഐസ്ക്രീം എന്ന് നോക്കണം മോൻ കേട്ടോ. കണ്ടോ? ഇതാണ് ഐസ്ക്രീം. നോക്കി കണ്ടോ? നോക്കണേ.
നാത്തു ഇങ്ങനെ ഇത് കണ്ടോ? തന്നെ വാങ്ങി തന്നെ കത്തി. Yay! എനിക്ക് വേണം. അതെനിക്ക് വിശ്വാസമില്ലാത്ത സാധനം. എനിക്ക് അറ്റത്തി